ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടുത്തെ ഔട്ട്ഡോർ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് നേരത്തെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. നമുക്ക് നേരിട്ട് വാളിൽ ലൈറ്റുകൾ ഒരുപാട് നിങ്ങൾ വെച്ചിട്ടുണ്ടാവും. നമ്മൾ പുറത്ത് വരുന്ന ലൈറ്റുകൾക്കൊക്കെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് RCCBയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും. ഔട്ട്ഡോർ വരുന്ന ലൈറ്റുകൾക്ക്, അതായത് നമ്മുടെ വീടിൻ്റെ മതിലുമായി ബന്ധപ്പെട്ടിട്ട് എന്നാൽ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. RCCB പുതിയ വീടുകളിലെ ട്രിപ്പിങ് എങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ ഇതൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്ന ലൈറ്റ് ഉണ്ടല്ലോ. ഇതും ആ നേരിട്ട് ഫിറ്റ് ചെയ്യുന്ന ലൈറ്റ് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ അവിടെ വെക്കുന്ന ലൈറ്റ് ഉണ്ടല്ലോ, അത് നേരിട്ട് വെള്ളം അടിക്കുന്ന ഏരിയയാണ്. ആ വാൾ നേരിട്ട് ചുമരിലേക്ക് വെള്ളം അടിക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ ലൈറ്റ് ഉണ്ടല്ലോ, ഇതൊക്കെ വാളിൽ നേരെ ഒലിച്ചിറങ്ങുന്ന ഏരിയയാണ്. അപ്പോൾ നിങ്ങളിത് വാട്ടർ പ്രൂഫ് എന്ന് പറഞ്ഞാൽ വാങ്ങുന്ന ലൈറ്റുകളെ ഇതൊന്നും പക്കായിട്ടുള്ള വാട്ടർ പ്രൂഫും കാര്യങ്ങളൊന്നും അല്ല. നമുക്കിത് ശരിക്കും പറഞ്ഞാൽ വാട്ടർ പ്രൂഫ് ലൈറ്റ് പറഞ്ഞാൽ 2000 രൂപ 2500 രൂപയ്ക്ക് റേറ്റ് വരും ഒറിജിനൽ വാട്ടർ പ്രൂഫ് ലൈറ്റ് ആണെങ്കിൽ. അതൊക്കെ ക്ലൈൻറ്റിന് ചിലപ്പോൾ എക്സ്പെൻസായി താങ്ങാൻ പറ്റില്ല. നമ്മളിത് വാട്ടർ പ്രൂഫ് എങ്ങനെ ആക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വാട്ടർ പ്രൂഫ് ആയിരിക്കും, ഇതിനുള്ളിൽ വെള്ളം കിടക്കില്ല. പക്ഷേ ഇത് ഒലിച്ചിറങ്ങുന്ന വെള്ളം ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇതിൻ്റെ ഉള്ളിലൊക്കെ ഹോളാണ്. അപ്പോൾ എന്താവും, ഈർപ്പം നിന്നിട്ട് RCCB ട്രിപ്പാവും. പിന്നെ അതേപോലെ ഇത് അടിക്കുന്ന പഞ്ച ടാപ്പ്, വാട്ടർ പ്രൂഫ് ടാപ്പ് എന്ന് പറയും. ഈ ടാപ്പ് ഇങ്ങനെ വരുന്ന ലൈറ്റുകളിൽ, പുറത്ത് വരുന്ന ലൈറ്റുകൾക്ക് മസ്റ്റായിട്ട് വാട്ടർ പ്രൂഫ് ടാപ്പ് അടിക്കുക. പിന്നെ ഇത് സ്ക്രൂ ചെയ്താലും ഇതിൻ്റെ ഉള്ളിൽ കൂടി വെള്ളം ഒലിച്ചിറങ്ങും. ഈ റബ്ബർ ബുഷൊന്നും കാര്യമില്ല. അപ്പോൾ അത് ശരിയാക്കണം എന്നുണ്ടെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മോൾ ഭാഗത്ത് വരുന്ന ഭാഗത്ത് ഫുള്ള് സിലിക്കോട്ടിട്ട്, വെതർ പ്രൂഫിൻ്റെ സിലിക്കോട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വിധത്തിലുള്ള സ്ട്രിപ്പിങ്ങും കാര്യങ്ങളൊക്കെ ശരിയാവുന്നതാണ്. അപ്പോൾ ഈ അറിവ് പുതിയതാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ നിന്ന് കമൻറ്റ് ചെയ്യണം.